പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പൽ വിരമിക്കുന്ന ദിവസം പ്രതീകാത്മക ശവക്കല്ലറ ഒരുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 10 SFI പ്രവർത്തകർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. SFIയും ഇടത് അധ്യാപക സംഘടനയുമാണ് സംഭവത്തിന് പിന്നിലെന്ന് അധ്യാപിക ഡോക്ടർ PN സരസു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മാർച്ച് 31-നായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ PN സരസുവിനെ അപമാനിച്ച് കോളേജിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രതീകാത്മക ശവക്കല്ലറയും റീത്തുമുണ്ടാക്കിയത്. കോളേജ് ക്യാമ്പസിനകത്തായിരുന്നു പ്രിൻസിപ്പലിനെ അപമാനിക്കുന്ന നടപടിയുണ്ടായത്. 26 വർഷത്തിലേറെ വിക്ടോറിയ കോളേജിൽ സുവോളജി അധ്യാപകയും കഴിഞ്ഞ ഒരു വർഷമായി പ്രിൻസിപ്പളുമായിരുന്നു ഡോക്ടർ സരസു. കോളേജിൽ ശക്തമായ നിലപാടെടുത്തതാണ് ഇടത് അധ്യാപക സംഘടനയ്ക്കും SFIക്കും എതിർപ്പുണ്ടാകാൻ കാരണമെന്ന് ഡോക്ടർ സരസു പറഞ്ഞു. SFI കുട്ടികൾ മാത്രമാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെ കൊണ്ട് ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട AKGCTക്കാരാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. ശത്രുക്കളെ പോലും നമ്മൾ ഈ രീതിക്ക് ഒരു ആള് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ പറഞ്ഞയക്കില്ല. പക്ഷെ ഒരിക്കലും ഞാൻ ഈ രീതിയിലല്ല പുറത്തും ഞാനിത് അർഹിക്കുന്നില്ല. ഞാൻ എന്റെ വിദ്യാർത്ഥികളെയൊക്കെ എന്നും സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ്. ഡോക്ടർ സരസുവിന്റെ പരാതിയിൽ 10-ലധികം വിദ്യാർത്ഥികൾക്കെതിരെ പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിയിൽ പറയുന്നവരെല്ലാവരും SFI പ്രവർത്തകരാണ്. നേരത്തെ ഫേസ്ബുക്കിലൂടെയും തനിക്കെതിരെ വിദ്യാർത്ഥികൾ അപവാദ പ്രചരണം നടത്തിയിരുന്നതായി അധ്യാപിക പറഞ്ഞു. സംഭവത്തെ അപലപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷ നേതാക്കൾ ആരും വിഷയത്തിൽ അധ്യാപികയെ കാണുകയുണ്ടായിട്ടില്ല. ഈ സംഭവത്തിൽ SFIക്ക് ബന്ധമില്ലെന്നാണ് ജില്ലാ ഘടകത്തിന്റെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.